എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാം. അതിനായി ഞാൻ 3 ക്യാരറ്റ് ഇവിടെ എടുത്ത് വെച്ചു, 2 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ വേണം. പിന്നെ ആവശ്യമുള്ള നട്ട്സ് എടുക്കാം. ആദ്യം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണിച്ചതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം കേക്ക് തയ്യാറാക്കാം. ഈ പകുതി പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം, പകുതി പൊടിച്ചെടുക്കണം. പകുതി പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാം, പകുതി ഒന്നിടാം. ഇതൊന്ന് ഉരുകി വരട്ടെ. ഉരുകിയൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ ഉരുക്കണം. പഞ്ചസാര ഇവിടെ മെൽറ്റായി ബ്രൗൺ നിറമായി. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പഞ്ചസാര ഇനി ഉരുകി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ക്യാരമൽ ചെയ്ത പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു. ഇതിലേക്ക് ക്യാരറ്റ് മിക്സിക്കകത്ത് പൊടിച്ച് വെച്ച ക്യാരറ്റ് അങ്ങിടാം. ക്യാരറ്റെല്ലാം ചേർത്തു. ഇത് നന്നായിട്ട് കുറുകി വറ്റി വരണം. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് തിളച്ച് വറ്റട്ടെ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇടാം. 1 പിടി കിസ്മിസ്, ഇതും കൂടി അങ്ങ് രണ്ടും കൂടെ തിളച്ച് വറ്റി കുറുകി വരണം. അതോടെ പറ്റട്ടെ. ആ സമയം കൊണ്ട് മുട്ട, പഞ്ചസാര ഇതെല്ലാം ജാറിൻ്റെ അകത്ത് അടിച്ചു കൊണ്ടുവരാം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇതിലേക്ക് ആ പകുതി പഞ്ചസാര ഇതും കൂടി അങ്ങിട്ട് ശരിക്ക് അടിച്ചു കൊണ്ടുവരാം. മുട്ടയും പഞ്ചസാരയും അടിച്ച് പതപ്പിച്ചു. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇതും അടിച്ച് പതപ്പിക്കാം. മുട്ട, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ എല്ലാം അടിച്ചെടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. മൈദപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ച് പയ്യൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം പഞ്ചസാര, മുട്ട, സൺഫ്ലവർ ഓയിലൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്കിട്ട് ഈ പൊടിയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. തരിയൊന്നുമില്ല. അങ്ങനെ 2 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. മൈദ കുറേശ്ശെ ഇട്ട് അടിച്ചു കൊണ്ടുവരാം. 2 പ്രാവശ്യമായിട്ട് നന്നായിട്ട്
അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചു കൊണ്ടുവരാം. ക്യാരറ്റ് പഞ്ചസാരപ്പാനിയിൽ കിടന്ന് വെള്ളമൊക്കെ പറ്റി റെഡിയായി. ഇനി ഇത് മതി. ഇതിനി ഓഫാക്കാം. ഇത് തണുത്തതിന് ശേഷം നമ്മുടെ കേക്കിനുള്ള ബാറ്ററിലേക്ക് ഇട്ട് യോജിപ്പിച്ച് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ തണുക്കട്ടെ. ക്യാരറ്റിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്തു. ഇതിലേക്ക് 2-3 ഗ്രാമ്പൂ 3 ഏലക്കായും കൂടെ പൊടിച്ചത് ഇതങ്ങ് ചേർത്ത് ഇളക്കാം. ഇത് പഞ്ചസാര പൊടിക്കുന്ന കൊടുത്ത് ഇടേണ്ടതായിരുന്നു, ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇതൊന്ന് ചേർത്ത് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഈ ബാറ്ററങ്ങ് ഒഴിക്കാം. ബാറ്റർ ഇതുപോലെ ഇരിക്കണം. ഇതങ്ങ് ഇതിലേക്ക് ഒഴിച്ചിളക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് ഇളക്കുമ്പോഴത്തേനും റെഡിയാവും. ഇതങ്ങ് മുഴുവൻ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കാം. ചൂട് കട്ടിയുള്ള ഈ പാത്രം ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു. എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഇത്. അതിൻ്റെ അകത്തൊരു തട്ടും വെച്ചു. ഈ പാത്രത്തിലേക്ക്, ഈ അലുമിനിയം പാത്രത്തിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാം. ഇതുപോലെ ഇരിക്കും, കണ്ടോ? ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒത്തിരി ലൂസുമല്ല, നല്ല തിക്കുമല്ല. അപ്പം ഇനി ഒഴിച്ച് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാൻ പാത്രത്തിലെടുത്തു. ഇത് എയർ ബബിൾസൊക്കെ ഒന്ന് കളയാനൊന്ന് പയ്യൊന്ന് ചുറ്റിക്കാം. ഇനി ബേക്ക് ചെയ്യാൻ വെക്കാം. ലോ ഫ്ലെയിമിലൊരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ബേക്കാകും. നമുക്ക് മൂടി വെക്കാം. അത് ബേക്കാകട്ടെ. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റായി. ഇനി കുറച്ച് നട്ട്സ്, ഞാനിവിടെ ബദാമാണ് ഇവിടെ കുറച്ച് പൊടിച്ച് വെച്ച്, അത് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള നട്ട്സൊക്കെ ഇടാം. ഞാനിടുന്ന ബദാമാണ് ഇടുന്നത്. കശുവണ്ടിയും വേണേൽ ഇടാം. ഇനി മൂടി വയ്ക്കാം. ക്യാരറ്റ് കേക്ക് ഇവിടെ ബേക്കായി അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നു. ഇത് 1.25 മണിക്കൂർ എടുത്ത് ബേക്കാകാൻ. ഇത് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഓക്കെ, ക്യാരറ്റ് കേക്ക് തണുത്തു. ഇനി ഇത് പ്ലേറ്റിലേക്ക് കുടഞ്ഞെടുക്കാം. കണ്ടോ, നന്നായിട്ട് വിട്ടു പോന്നു, കരിഞ്ഞൊന്നും പോയിട്ടില്ല, അടിപൊളിയായിട്ട് വന്നു. നല്ല സോഫ്റ്റാണ്, കണ്ടോ? ഇത് തിരിച്ചിടാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്.
നല്ല സ്മെല്ലും ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനും പ്രിപ്പയർ ചെയ്യൂ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, നല്ല സോഫ്റ്റ്. ഈ ക്യാരറ്റ് കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്. ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യൂ. ഈ നടുക്കിങ്ങനെ ഒരു കുഴി പോലെ വന്ന് ഈ പാത്രത്തിൻ്റെ അടപ്പിങ്ങനെ മുട്ടിയതാണ്. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.